ഈന്തപ്പഴം വെച്ചിട്ടൊക്കെ സാധാരണ ഇത് ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. എന്നാൽ ഈന്തപ്പഴത്തിനൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള അതും ഇരുമ്പമ്പുളി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം ഇപ്പം ഈ ഒരു ടൈമിൽ എല്ലാവരുടെ വീട്ടിലും ഇരുമ്പമ്പുളി, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഓർക്കാപ്പുളി, ആ ഒരു ഓർക്കാപ്പുളിയൊക്കെ ഉള്ള വീട്ടിലൊക്കെ അത് ഒരുപാട് കൊഴിഞ്ഞ് ചീഞ്ഞൊക്കെ പോവുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് നല്ല മൂത്ത ഓർക്കാപ്പിൾ എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. ഒരൊറ്റ വട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് തോണ്ടി നാമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഓർക്കാപ്പിളി മരത്ത് വന്ന് ഒരൊറ്റ ഓർക്കാപ്പിളി പോലും വേസ്റ്റ് ആവില്ല കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് കാലം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കുന്നത് ഒരു 20-25ഓളം ഓർക്കാപ്പിളിയാണ്. കാരണം നമ്മളിത് ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാമല്ലോ. ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ 5-10 ഓർക്കാപ്പിളി വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയാൽ ഇത് കാണാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 20-25 ഓർക്കാപ്പിളി ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു 2 ബോട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം 100 ഓർക്കാപ്പിളിയോളം നമുക്ക് എടുക്കാം. എന്താ വെച്ചാൽ വേസ്റ്റായി പോവില്ല. പിന്നെ ആണെങ്കിൽ ഏത് സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒരിക്കലും കൊതി തീരൂല എന്നുള്ളതാണ്. പിന്നെ ഓർക്കാപ്പിളി നമ്മൾ അധികം കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അധികം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് കുറച്ച് മാത്രം കഴിച്ചാലും നമുക്ക് നമ്മളെ കാര്യം നടക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കണം. അപ്പം മക്കളെ, ഇനി ആരും മടിച്ച് നിൽക്കാതെ വേഗം ഓർക്കാപ്പിളി പോയിട്ട് നിലത്ത് വീണതൊക്കെ ചോട്ടിൽ വീണതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പെറുക്കിക്കോളി കേട്ടോ. പെറുക്കിയിട്ട് കഴുകിത ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് ഇത്രത്തോളം ടേസ്റ്റ് വരാനുള്ള കാരണം അതൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇതിൽ നല്ലൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇതുവരെ ആരും ചേർത്തിട്ടുണ്ടാവില്ല ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നോക്കിയാണ് ഞാനിതാ കുറച്ച് ഓർക്കാപ്പിളി ഏകദേശം ഒരു 20-25ഓളം ഓർക്കാപ്പിളി എടുത്തിട്ട് നല്ല നല്ല മൂപ്പത്തി ഓർക്കാപ്പിളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണത്. അത് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ വിഷാംശങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയതോ ദൂരെ നിന്ന് വരുന്നതോ ഒന്നുമല്ലല്ലോ, നമ്മളെ വീട്ടിലുണ്ടായതല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊടിയൊക്കെ പാറിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ലോണം കഴുകിയെടുക്കണത്. എന്നിട്ട് കഴുകിയെടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ ഈ ഒരു പൂവിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചീന്തി എടുക്കുക കേട്ടോ. വലിയ ഓർക്കാപ്പിളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ 4 കഷ്ണം ചീന്തിക്കോളി. അതിലെ കുഞ്ഞു ഓർക്കാപ്പിളിയൊക്കെ ആണെങ്കിൽ ഒരു നടു ഒന്ന് ചീന്തിയാൽ മതിയാവും. ഞാൻ ഏതായാലും ഇപ്പോൾ നടുവല്ല കേട്ടോ, 4 ചീന്താക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല കുരുവൊക്കെ മൂത്തിട്ടുള്ള ഓർക്കാപ്പിളി തന്നെ ഇതിനെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒരാഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇനി ഓർക്കാപ്പിളി ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ മുമ്പത്തെ പോലെ ഒന്നല്ല, അയൽവാസിൻ്റെ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നും ഇല്ല. എല്ലാവരും ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരൊക്കെ നമുക്ക് എല്ലാവരും ഇപ്പോൾ വാട്സപ്പിലൂടെയും ഒക്കെ കിട്ടും. അപ്പോൾ ഓരോടൊക്കെ ഒന്ന് ചോദിക്കുക, നിങ്ങളെ വീട്ടിലൊക്കെ ഓർക്കാപ്പിളി ഉണ്ടോ എന്ന്. ഉള്ളവരെന്ത് ചെയ്യും, ഇതൊന്നും അറിയാതെ കിടക്കണോണ്ട് തന്നെ ഇത് ഒരുപാട് കഴിച്ചാൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെടുക്കാത്ത ആളുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തരും കേട്ടോ. ഒരു മടി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ആരും ടെൻഷൻ ആവണ്ട, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും തരും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഓർക്കാപ്പിളി ഇതേ രീതിയിൽ ചീന്തിയിട്ട് ഒരു കുക്കറിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് 3 അച്ച് ശർക്കര. അപ്പോൾ ഇതിന് നല്ല നമുക്ക് പറ്റിയൊരു പാകമായിട്ടായിരിക്കും, മധുരമുള്ളൊരു റെസിപ്പിയും കൂടെയാണല്ലത്. അപ്പോൾ നമുക്ക് എന്താണ് കുറച്ച് മധുരവും എരിവൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് നാവിലൊക്കെ വെള്ളം ഊറും. പറയുമ്പോൾ തന്നെ എനിക്ക് ഊറുണ്ട്, അത്രക്കും ടേസ്റ്റിയാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു 25ഓളം ഓർക്കാപ്പുളിയിലേക്ക് നമുക്ക് വേണ്ട മധുരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 അച്ച് ശർക്കരയാണ്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 അച്ച് ശർക്കര തന്നെ എടുത്തോളൂ കേട്ടോ. പഞ്ചസാര വെച്ചിട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ ശർക്കര ഇല്ലാത്തവർക്ക്, പക്ഷെ നമുക്ക് ശർക്കര വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്കിതിനൊന്നും കൂടി ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടാത്ത ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിലേക്ക്. പിന്നെ ഒരു 3-4 സംഭവങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മളെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവണതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 2.5 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിക്കൊന്നും വേണ്ട. ഒരു 1/2 അച്ച് ശർക്കര കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി 2 അച്ച് ശർക്കര ഒന്നും ചെയ്യാതെ അതിലിട്ട് വെച്ചിട്ട് ഒരു 1/2 ഗ്ലാസ്സിൻ്റെ താഴെ കണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തീ വെച്ചിട്ടോ അത് നല്ലോണം ഒന്ന് കൂക്കി ഒന്ന് പാകമാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും
അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് തൊലിച്ച് ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കട്ടോ. അപ്പോൾ ഞാനതൊക്കെ ചെയ്തതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതാ ചെറുതായിട്ട് കൊത്തി അരിയണം. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ലോണം ഇഞ്ചി ഉണ്ടായിക്കോട്ടെ, അപ്പോഴാണ് നമുക്കിത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇഞ്ചി നല്ലോണം കൊത്തി അരിഞ്ഞത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മൂക്കട്ടെ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. ഓയിൽ എടുക്കണ്ട, ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് മുരിയട്ടെ. അപ്പോൾ ഞാൻ ഈ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയ ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഓർക്കാപ്പിളിയൊക്കെ നല്ലോണം ഒന്ന് വിസിലടിഞ്ഞിട്ടുണ്ട്. ഒരു 2 വിസിലടിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലെയിമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് റെഡിയാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓർക്കാപ്പിളിൻ്റെ പാടെന്താ നോക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് മഞ്ഞൾപ്പൊടി നല്ലോണം ഒന്ന് വെന്ത് കിട്ടുക. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ നിൽക്കണം കേട്ടോ ഫ്ലെയിം. അപ്പോൾ ഇതാ നമ്മളെ കുക്കറത്തെ ഇതൊക്കെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് ഒന്ന് വെള്ളം ഒഴിച്ചാൽ തന്നെ ആ ഫ്ലെയിമൊക്കെ ശരിക്കും അങ്ങോട്ട് പോകും. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓർക്കാപ്പുളീൻ്റെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് 1/2 ഗ്ലാസിൻ്റെ താഴെ ആണെങ്കിലും കുറച്ച് കൂടിയോ എന്ന് എനിക്കൊരു ഡൗട്ട്, കാരണം ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം ഒഴിക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. കാരണം ഓർക്കാപ്പുളിയിൽ തന്നെ വെള്ളം, ഓർക്കാപ്പുളിയിൽ ചണ്ടി എന്ന് പറഞ്ഞ സംഭവമല്ല, ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ വെള്ളം ഉറ്റിക്കാതെ വേവിച്ചാൽ പോലും ഇതിൽ വെള്ളം വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞിക്കയിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതാ നമുക്ക് ഇത് നല്ലോണം ഒന്ന് കത്തി തിളക്കട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവൊന്ന് കുറക്കുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ തുറന്ന് കിടന്ന് തന്നെ തിളച്ചോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ ഉലുവ, അത് രണ്ടും ഒന്ന് പൊടിച്ചെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളക്കട്ടെ. അപ്പോൾ ഇതാ കുറച്ച് സമയം തിളച്ചു. നമ്മുടെ ആ ഒരു ഇതൊക്കെ നല്ലോണം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ആ വറ്റണ കണ്ടല്ലോ, ഇതാ കണ്ടില്ലേ, കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ, കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഉലുവയും 2-3 ടേബിൾ സ്പൂണും കടുക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വറവാവണ്ട കേട്ടോ, ഒരു 50% വറവായാൽ മതി. അത് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേനെ കേട്ടോ. ഇട്ട് കൊടുക്കുക മാത്രമല്ല അത് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുളിഞ്ചി ഉണ്ടല്ലോ, ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ള ഈ ഒരു പുളിഞ്ചി, ഇതിൻ്റെ ആ ഒരു രുചിയും കളറും ഒക്കെ അങ്ങോട്ട് മാറി മറയും കേട്ടോ. കാരണം ഇത് നമുക്ക് ഒരു കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് ഇതിലിങ്ങനെ വരുമ്പം അതിനൊരു ഇത് ഉണ്ടാക്കി കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് കോഫി പൗഡറൊന്നും ചേർക്കാൻ പാടില്ല, ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ട് ചേർത്താൽ മതിയാവും. അപ്പം ഞാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടി വരികയുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ചേർത്താൽ കയ്പ്പ് ടേസ്റ്റ് വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സംഭവം ഒരുപാട് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ഈ ഇരുമ്പുളിനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, നല്ലോണം ഉടഞ്ഞ് ലയിച്ച് ചേരും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു കടുകും ഇതൊക്കെ പൊടിച്ചതൊക്കെ ഇതിലേക്ക് ചേർക്കാണ്ട് അതൊന്നും നമ്മൾ വറുത്തത്ര എടുക്കണ്ട കേട്ടോ, കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ. അതിൻ്റെ അളവും ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കത്തിച്ച് വേവിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇരുമ്പുളി ഓർക്കാപ്പുളി നമ്മൾ തീ വെക്കണ സമയത്ത്, കുക്കറിലിടുന്ന സമയത്ത്, കുക്കറിലായതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുറക്കണം കേട്ടോ. ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ ഇതിന് കുറച്ച് മുമ്പ് ഇത് ഉണ്ടാക്കിയത് കുക്കറിൽ വെച്ചല്ലേ, ഇനി പുറത്ത് ചട്ടി വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചപ്പം അത് ഏകദേശം വെള്ളം വറ്റി വന്നു. പക്ഷെ കുക്കറിലാകുമ്പോൾ ഇല്ലാത്ത വെള്ളം കൂടെ അങ്ങോട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ
ഇത് ഞാൻ ഫ്ലെയിമൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഒരു കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് എടുത്തേക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഈ ഉലുവയും കടുകും പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 25 ഇരുമ്പമ്പുളി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു 50 ഇരുമ്പമ്പുളി വെച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണ് എത്രത്തോളം നിങ്ങൾ പുളി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് രുചി നോക്കി. അപ്പം ഇത് നല്ലൊരു രുചി ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഈ ഒരു ഉലുവൻ്റെയും കടുകിൻ്റെയും രുചി വന്ന് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വറുത്ത് പൊടിക്കുന്ന സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇനി പൊടിക്കാനും നിൽക്കണ്ട. പിന്നെയാണെങ്കിൽ നമുക്ക് വറുക്കുന്ന സമയത്തായാലും നമ്മൾ മിക്സിൻ്റെ ജാറിലൊക്കെ കുറച്ച് കൂടുതൽ ഇടുമ്പോഴല്ലേ നല്ലോണം പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൊടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൊടിച്ചാൽ മതിയാവും. അപ്പോൾ ഏതായാലും ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. ഓർക്കാപ്പുളിയാണെന്നത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് കിട്ടുന്നത്. കാരണം ആ ഒരു ശർക്കരൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ, ആ ഒരു മധുരവും പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി മൂത്തിട്ടുള്ള ആ ഒരു രുചിയും പിന്നെ കടുക് ഉലുവ എല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, കോഫി പൗഡർ എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ റമദാനൊക്കെ വരുന്നത്, നമുക്ക് ഒരു തറാവിയെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതൊന്ന് തോണ്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോംബോ ആണ് കേട്ടോ. നല്ല ചീരക്കഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോംബോ ആണ്. ഇനിയിപ്പോൾ അത്താഴമൊക്കെ നമ്മൾ മടിച്ചല്ല കഴിക്കുക, അപ്പോഴൊക്കെ ഒരിത്തിരി നമ്മൾ സൈഡിലായിട്ടാണ് വെച്ചാൽ ഇനിയിപ്പോൾ കൂട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ മനസ്സ് കണ്ട് നമ്മളെ ചോറ് ഇറങ്ങി പോവും. അപ്പം അത്രക്കും വെറൈറ്റി രുചിയാണ്. അപ്പം ഇനി ഇരുമ്പമ്പുളി നമ്മൾ ഒരുപാട് നാശാക്കി കളയില്ലേ, ഒരുപാട് നാശാക്കി കളയും. കാരണം ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ്. കുറേ ഉപ്പിലിട്ട് ഇനിയിപ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ ഉപ്പിലിട്ടൊന്നും അധികം കഴിക്കാൻ പാടില്ല. കാരണം ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര കേടാണ്. ഇത് ഒരുപാട് നമ്മൾ ഇത് കഴിക്കാനേ പാടില്ല. പക്ഷെ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മളൊരു തുള്ളിയല്ലേ എടുക്കുള്ളൂ, അപ്പോൾ ഇത് കേടൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഇരുമ്പമ്പുളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല, കൂടാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഒരുപാട് ഇരുമ്പുള്ളി ഉള്ളൊരു കാലമാണ്. ഇനി ആരും കേടെടുത്തി കളയും വേണ്ട. ഒരു വർഷമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും ആവില്ല കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുക. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കൂട്ടാൻ വേണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത്തിരി കൊടുത്താൽ ഓരോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഒരു ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇതിന് ഓർക്കാപ്പുളി എന്നായിട്ട് പറയാം, മലപ്പുറം ഭാഗത്തൊക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാ കാരണം നനവൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഒരിക്കലും നിങ്ങളിത് എടുത്ത് വെക്കരുത്. നമുക്ക് കേടാണ് കേട്ടോ. അതൊക്കെ പ്ലാസ്റ്റിക്കും പുളിയും കൂടെ തട്ടുമ്പോൾ നല്ല ചില്ല് കുപ്പി എടുക്കുക. പിന്നെ അതുപോലത്തെ നമ്മളിത് ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അലുമിനിയം ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ഒക്കെ ഇരുമ്പാണെങ്കിലും ഒക്കെ അത് വേഗം അതിന് മാറ്റണം. കാരണം നമ്മളെ പാത്രം കറുത്തു പോകും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.